ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. പന്തടിക്കളത്താണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇപ്പോഴും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. RRT ആനകളെ തുരത്താൻ ശ്രമം നടത്തുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഇപ്പോഴും ആനകൾ ജനവാസ മേഖലയിൽ കൂട്ടം കൂടിയിരിക്കുകയാണോ? ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പന്തളിക്കളം മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കാട്ടാനക്കൂട്ടമുള്ളത്. പന്തളിക്കളം സ്വദേശി ദേവേന്ദ്രന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനക്കൂട്ടം വലിയ രീതിയിലുള്ള ഒരു കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രധാനമായും ഏലച്ചെടികൾക്കിടയിലാണ് ഈ കാട്ടാനകൾ ഉള്ളത്. അതുകൊണ്ട് ഏലകൃഷിയാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 6 പേരടങ്ങുന്ന കാട്ടാനകളടങ്ങുന്ന ഒരു കൂട്ടമാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളത്. ഇത് കൂടാതെ ഇതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വേറെയും കാട്ടാനക്കൂട്ടങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി ഇത്തരത്തിൽ ഈ ഒരു കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടാക്കുമ്പോഴും വനം വകുപ്പിന്റെ ഇടപെടൽ, എല്ലാ മേഖലയിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ വനം വകുപ്പിന്റെ ഇടപെടലാണ് ഇവിടെയും കാര്യക്ഷമമല്ലാത്തത്. ഈ RRT സംഘം ഈ ആനയെ നിലവിൽ നിരീക്ഷിച്ചു വരികയാണ്. ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും തിരിഞ്ഞ വനത്തിനുള്ളിലേക്ക് പോകാൻ ഈ കാട്ടാനക്കൂട്ടം കൂട്ടാക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ അടിയന്തരമായി മാറ്റാനുള്ള ഇടപെടൽ അത് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്.